തമിഴ്നാട്ടിലെ അടുത്ത പൊങ്കൽ മഹോത്സവത്തിന് മുന്നോടിയായി ഒരുക്കങ്ങൾ ആരംഭിച്ച് ടി.വി.കെ സർക്കാർ. ഇത് ചരിത്രമാണ്. സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കാർഡ് ഉടമകൾക്കും സാരിയും മുണ്ടും സൗജന്യമായി വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുകയാണ് വിജയ് സർക്കാർ. സർക്കാർ ഇതിന് ഭരണാനുമതി നൽകി. വസ്ത്രനിർമ്മാണത്തിനും സംഭരണത്തിനുമുള്ള ആദ്യ ഗഡുവായി 300 കോടി രൂപ സർക്കാർ അനുവദിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് കൈത്തറി കരകൌശല വസ്ത്രവകുപ്പ് ഉത്തരവിറക്കി. സംസ്ഥാനത്തെ പരമ്പരാഗത കൈത്തറി മേഖലയ്ക്ക് താങ്ങാകാനായി സഹകരണ സംഘങ്ങളിലെ കൈത്തറി നെയ്ത്തുകാരിൽ നിന്നാണ് മുണ്ടും സാരിയും സർക്കാർ വാങ്ങുന്നത്. ഹാൻഡ്ലൂം ഡയറക്ടറേറ്റിന്റെ മേൽനോട്ടത്തിലാണ് വസ്ത്രനിർമ്മാണവും സംഭരണവും നടക്കുന്നത്. വസ്ത്രങ്ങൾ നിർമ്മിച്ച ശേഷം തമിഴ്നാട് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ വെയർഹൌസുകളിലേക്ക് അവ മാറ്റും. പദ്ധതി നടത്തിപ്പിനായി 642.88 കോടി രൂപയാണ് സർക്കാർ ചെലവ് കണക്കാക്കുന്നത്. വർഷങ്ങളായി ഒരേ നിലവാരത്തിലുള്ള സാരിയും മുണ്ടുമാണ് പൊങ്കലിന് വിതരണം ചെയ്തുവരുന്നത്. എന്നാൽ അടുത്ത വർഷത്തെ പൊങ്കലിന് പുതിയ തരം സാരിയും മുണ്ടും അവതരിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സ്റ്റോക്കുള്ള പഴയതരം വസ്ത്രങ്ങൾ വാർദ്ധക്യ പെൻഷൻ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് ദീപാവലി അനുബന്ധിച്ച് വിതരണം ചെയ്യും. പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിനായി സംസ്ഥാനതല മേൽനോട്ട സമിതിയെ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. റവന്യൂ അഡ്മിനിസ്ട്രേഷൻ കമ്മീഷണർ, സിവിൽ സപ്ലൈസ് ആൻഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കമ്മീഷണർ, ഹാൻഡ്ലൂം ആൻഡ് ടെക്സ്റ്റൈൽസ് ഡയറക്ടർ എന്നിവരാണ് കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നത്. പൊങ്കലിന് മുന്നോടിയായി വസ്ത്രങ്ങൾ കൃത്യസമയത്ത് വിതരണം ചെയ്യുന്നത് ഉറപ്പാക്കാനായി സമിതി നിർമ്മാണ സംഭരണ ഘട്ടങ്ങൾക്ക് മേൽനോട്ടം വഹിക്കും. അതേസമയം തമിഴ്നാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടില്ല. 7 മണ്ഡലങ്ങളിലെ ഒഴിവ് വിജ്ഞാപനം ഇറക്കിയെങ്കിലും തമിഴ്നാടിനെ പരിഗണിച്ചില്ല. ബീഹാർ, മധ്യപ്രദേശ്, ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ ഓരോ മണ്ഡലത്തിൽ വീതം ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. തമിഴ്നാട്ടിൽ ഗവർണർക്ക് മുന്നിൽ കുതിരക്കച്ചവട ആരോപണം പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. ഇതിനെ കഴിഞ്ഞ ദിവസം ഗവർണർ അമിത്ഷായെ കണ്ടു. തമിഴ്നാട്ടിൽ സർക്കാർ കാലാവധി തികയ്ക്കുമെന്ന് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് പ്രഖ്യാപിച്ചു. ടി.വി.കെ സർക്കാർ ഉടൻ വീഴുമെന്ന് പലരും പറയുന്നുണ്ട്. എന്നാൽ സർക്കാർ 5 വർഷം തികയ്ക്കും. മതേതരത്വത്തിലും അഴിമതിക്കെതിരായ പോരാട്ടത്തിലും വിട്ടുവീഴ്ചയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സർക്കാരിനെ പിന്തുണയ്ക്കുന്ന പാർട്ടികളുടെ യോഗത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഞെട്ടിക്കുന്ന പരാമർശം. ടി.വി.കെ സർക്കാരിനെ കാലാവധി പൂർത്തിയാക്കാൻ കോൺഗ്രസ് സഹായിക്കുമെന്ന് പി ചിദംബരം ഉറപ്പു നൽകിയിട്ടുണ്ട്. പിന്നാലെ കോൺഗ്രസിന് മുഖ്യമന്ത്രി നന്ദി രേഖപ്പെടുത്തി. അതേസമയം അമിത്ഷായുമായി തമിഴ്നാട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കൂടിക്കാഴ്ച നടത്തി. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യം അവിടെ ചർച്ചയായി. സെന്തിൽ ബാലാജി അടക്കം DMK മുൻ മന്ത്രിമാർക്കെതിരെ പ്രോസിക്യൂഷൻ അനുമതി ആവശ്യപ്പെട്ടുള്ള സർക്കാർ കത്ത് ചർച്ചയായതായാണ് സൂചന. തമിഴ്നാട്ടിലെ വിജയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ 3 പേരെ അറസ്റ്റ് ചെയ്തതിൽ കടുത്ത ആരോപണവുമായി ടി.വി.കെ രംഗത്തെത്തിയിരുന്നു. സർക്കാരിനെ വീഴ്ത്താനുള്ള DMKയുടെ നീക്കം രഹസ്യാന്വേഷണ വിഭാഗം തകർത്തെന്നാണ് ടി.വി.കെ നേതാക്കൾ അവകാശപ്പെടുന്നത്. 35 കോടി വരെ MLA-മാർക്ക് വാഗ്ദാനം ചെയ്തായിരുന്നു നീക്കം നടന്നതെന്നും മന്ത്രി നിർമ്മൽ കുമാർ വിവരിച്ചു. ടി.വി.കെ MLA-മാരെ പാർട്ടിയിൽ നിന്ന് രാജിവെപ്പിക്കുന്നതിനായി 35 കോടി രൂപ കോഴ വാഗ്ദാനം ചെയ്തു. വാഗ്ദാനത്തിൽ വീഴാത്തവരെ ഭീഷണിപ്പെടുത്തിയതായും ടി.വി.കെ നേതാക്കൾ വിവരിച്ചു. ആകെ 15 ടി.വി.കെ MLA-മാരെ ലക്ഷ്യമിട്ടായിരുന്നു അട്ടിമറി നീക്കം. ഇതിൽ 12 MLA-മാരെ പ്രതികൾ പലപ്പോഴായി ബന്ധപ്പെട്ടിരുന്നുവെന്നാണ് വ്യക്തമാകുന്നത്. തമിഴ്നാട്ടിൽ ടാസ്മാക് മദ്യവിൽപ്പനശാലകളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ബാറുകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചുപൂട്ടിയിരിക്കുകയാണ് വിജയ് സർക്കാർ. നിലവിലുണ്ടായിരുന്ന ലൈസൻസ് കാലാവധി ജൂൺ 30 സാഹചര്യത്തിലാണ് ബാറുകളുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കാൻ സർക്കാർ ഉത്തരവിട്ടത്. ഇത്തരത്തിലുള്ള നിരവധി സുപ്രധാന നീക്കങ്ങൾ വിജയ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാനത്തുടനീളമുള്ള ഏകദേശം 2320 ബാറുകളെയാണ് ഈ തീരുമാനം നേരിട്ട് ബാധിച്ചിരിക്കുന്നത്. തമിഴ്നാട് സർക്കാരിന്റെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സുകളിൽ ഒന്നാണ് ടാസ്മാക്. നിലവിൽ സംസ്ഥാനത്തുടനീളം 4048 ചില്ലറ മദ്യവിൽപ്പനശാലകളാണ് ടാസ്മാകിന് കീഴിൽ പ്രവർത്തിക്കുന്നത്. പ്രതിദിനം ശരാശരി 150 കോടി രൂപയുടെ മദ്യവിൽപ്പന നടക്കുന്ന ഈ ശൃംഖല സംസ്ഥാന ഖജനാവിലേക്ക് വൻതോതിൽ പണം എത്തിക്കുന്ന പ്രധാന വരുമാന മാർഗമാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.